aspirants, welcome to Xylem SSC RRB. Xylem SSC RRB vertical launch ചെയ്ത അന്ന് മുതൽ നമുക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻക്വയറി ആണ് RRB NTPC ബാച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ NTPC ടിക്കറ്റ് ടു സക്സസ് ബാച്ച് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം RRB എക്സാം കലണ്ടറിൽ 2024 എക്സാം കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് RRB NTPC എക്സാം നോട്ടിഫിക്കേഷൻ ജൂലൈ ഓഗസ്റ്റിൽ വരുമെന്നാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് ടിയറിൽ വരുന്ന എക്സാം വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറിലാണ്. ആ ഒരു ഡിസംബർ ആവുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു എൻ്റെ സിലബസും കവർ ചെയ്ത് അതിനുശേഷം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസും ചെയ്തുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസോടുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലോട്ട് അയക്കുന്ന രീതിയിൽ ഒരു കോഴ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാച്ച് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NTPC എന്ന് പറയുന്നത് 2 tier എക്സാം ആണ്. Tier 1 ഉം Tier 2 ഉം വരുന്നുണ്ട്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT 1 CBT 2. അപ്പോൾ ഈ CBT 1 CBT 2 നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് സെയിം ആണ്. GK, മാത്സ് ആൻഡ് റീസണിങ്. അപ്പൊ ഇതില് CBT 1 എടുക്കുമ്പോൾ GKയിൽ വരുന്ന സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിന് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ്. ആൻഡ് CBT 2 എത്തുമ്പം GK 50 ക്വസ്റ്റ്യൻസ്. GK 50 ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് GK, 35 മാത്സ് ആൻഡ് 35 റീസണിങ് ആണ്. അപ്പൊ അതിൽ CBT 1 ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്. CBT 2 വരുമ്പോൾ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ് ആയിരിക്കും. അവിടെ ആ ഒരു ടൈമിങ്ങിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ വരുന്ന ഡിഫറൻസ് അല്ലാതെ നിങ്ങൾ നോക്കിക്കേ പഠിക്കാനുള്ളതൊക്കെ എന്താണ് മക്കളെ, സെയിം ആണ്. സോ നിങ്ങൾ CBT 1 നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തേ ചെയ്യാനുള്ളൂ, CBT 2 എത്തുന്ന സമയത്ത് CBT 1 വേണ്ടി പഠിച്ചിട്ടുള്ള സിലബസ് മുഴുവനും ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ജോലി നേടാനുള്ള സ്കോറിലോട്ട് നിങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യത്തിലോട്ട് നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റി പാനലുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ചിട്ടയായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയുമായിട്ടുള്ള ഒരു കോഴ്സുമായിട്ടാണ് Xylem SSC RRB വന്നിരിക്കുന്നത്. സോ നമ്മുടെ ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 500+ അവേഴ്സ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, റെക്കോർഡഡ് ഒന്നല്ല. ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് 3 to 4 അവേഴ്സ് ക്ലാസ്സസ് ഉണ്ടാവും. ഒരു വീക്കിൽ നിങ്ങൾക്ക് 5 to 6 ഡേയ്സ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ ഈ 3 to 4 അവേഴ്സ് വെക്കാനുള്ള കാരണം 3 to 4 അവേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം വെറുതെ കളയാനല്ല, ബാക്കി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 5 to 6 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് പോലെ തന്നെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടെ നിങ്ങൾക്ക് ബാലൻസ് വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും റിവൈസ് ചെയ്യാനും റിവിഷൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ മെമ്പറിലോട്ട് രജിസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. സോ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ ലൈവ് ക്ലാസ്സസ് ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻസ് അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പാനൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Xylem SSC RRBയുടെ അക്കാദമിക് ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പിലാർ എന്ന് പറയുന്നത് വിഷ്ണു കെ സുരേന്ദ്രൻ സാർ ആണ്. സാറിന് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗത്തിൽ ഇരുന്ന് ആ ജോലി വേണ്ടെന്ന് വെച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിന്നിട്ടുള്ളതാണ് വിഷ്ണു കെ സുരേന്ദ്രൻ സാർ എന്ന് പറയുന്നത്. ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ്. സോ സാർ ആയിരിക്കും ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സാർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലുള്ള കുറച്ച് ടോപ്പിക്സും അതേപോലെ തന്നെ സ്ട്രാറ്റജിക്കയിലെ മെമ്മറി ബേസ്ഡ് അല്ലെങ്കിൽ മെമ്മറി ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഗോകുൽ വിജയൻ സാർ ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ അഡ്വാൻസ് മാത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത്. ദെൻ നമുക്കറിയാം ഈ ഒരു GK എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു എക്സാമിന് CBT 1 CBT 2 അതിന്റെ വെയിറ്റേജ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. സോ നിങ്ങളുടെ ജനറൽ നോളജ് നല്ല രീതിയിൽ പക്കയാക്കി നിങ്ങൾക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ വിഷ്ണു സർ ജീവൻ സാർ ആണ്. സാറായിരിക്കും നിങ്ങളുടെ ജനറൽ നോളജിന്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നത്. ദെൻ നമുക്ക്
അടുത്തതായിട്ട് അരുൺ ബാലൻ സാർ ആയിരിക്കും റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്സ് tier 2നും 30 മാർക്സ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് tier 1നും വരുന്നതാണ് റീസണിങ്ങും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് റീസണിങ് എന്ന് പറയുന്നത്. സോ റീസണിങ് നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അരുൺ ബാലൻ സാർ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അരിത്തമെറ്റിക്കൽ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് ഞാനായിരിക്കും. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾക്ക് അജയ് എ സാർ ആയിരിക്കും ജനറൽ സയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അജയ് സാർ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടെ ഉണ്ട്, കറന്റ് അഫേഴ്സ് അല്ലെ. കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി പഠിക്കാനൊന്നും പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. അപ്പൊ കറന്റ് അഫേഴ്സ് ഇനി അനുശ്രീ മിസ്സിന് വിട്ടാൽ മതി. അനുശ്രീ മിസ് രസകരമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ഈ ഒരു കറന്റ് അഫേഴ്സ് ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പാനൽ നിങ്ങൾക്ക്, ഈ ഒരു എക്സ്പേർട്ട് പാനലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് എല്ലാം ഡിസൈൻ ചെയ്ത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പാനൽ അല്ലെങ്കിൽ ഫാക്കൽറ്റി പൂളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ആൻഡ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. എല്ലാ ക്ലാസ്സും ലൈവ് ആയിരിക്കും. പ്ലസ് എന്തുണ്ടാവും, ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ലൈവിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് 2 ബെനിഫിറ്റ് ആണ്. ഓൾറെഡി ലൈവ് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കും അതേപോലെ തന്നെ ലൈവ് കണ്ടു കഴിഞ്ഞിട്ടും പിന്നെ എന്തെങ്കിലും ഡൗട്ട് പിന്നീട് വന്നാൽ അതൊന്നും കൂടെ ചെക്ക് ചെയ്യാനും എന്ത് ഉപകരിക്കും, നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ അതിനുള്ള ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് നോട്ട് PDF-ഉം ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. TPP നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ടൈം മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ tier 1 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്, tier 2 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്. ടൈം എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ടൈം എന്ന് പറയുന്നത്. അതിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ടൈം എന്ന് പറയുന്നത്. സോ ആ സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, റെഗുലർ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എക്സാം ആളിലോട്ട് പെർഫെക്റ്റ് ആയിട്ട് കോൺഫിഡൻസോട് കൂടെ പറഞ്ഞയക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ പറയുന്നത് വൃത്തിക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരാം. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ്, ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ജൂണിനാണ്. ജൂൺ 5-ാം തീയതി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3,999 ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ Xylem SSC-RRBയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും നമുക്ക് ജൂൺ 5-ാം തീയതി ഡയറക്റ്റ് ലൈവ് സെഷനിൽ കാണാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.